മോനിച്ചൻ ഭാഷ എന്താ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനും ഉപവസിക്കേണ്ട, നിങ്ങളും ഉപവസിക്കേണ്ട, ആ പാസ്റ്റർ ഉപവസിക്കുന്ന ഉപവസിച്ചോട്ടെ, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചു. ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന്. നമ്മള് ഉപവാസം എന്ന് പറയുന്നുണ്ട്, നമ്മൾ സമരം ചെയ്ത്, നമ്മുടെ നാട്ടില് സമരം ചെയ്യുന്നതിന് എന്തോ അതിന് പറയുന്നത് എന്തുവാ? ഉപവാസ സമരത്തിന് എന്താ പറയുന്നത്? ഇല്ല, നിരാഹാര സത്യാഗ്രഹം. അപ്പം എന്നോട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങളുടെ ഉപദേശി എന്നോട് ആദ്യം പറഞ്ഞത്, ശാമുവേലീസൊക്കെ, ഈ നിരാഹാര സത്യാഗ്രഹമല്ല ഉപവാസം. മക്കളെ, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഈ വിഷയം. ആർക്കാ മഹത്വം പോയത്? ആർക്കാ മഹത്വം? വ്യക്തിക്ക്. ഞങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചു, അതിന്റെ മറുപടിയാണിത്. ആർക്കാ മഹത്വം പോയത്? പറഞ്ഞ ആട്. ഞങ്ങള് പിന്നെ ഒരുപാട് ഭാഷയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ശക്തിയുണ്ടോ നിങ്ങളുടെ ബലം കൊണ്ടോ ഒന്നുമല്ല ദൈവം മറുപടി തരുന്നത്. നിങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. വിശ്വാസത്താലാണ് നമ്മൾ എല്ലാതും പ്രാപിക്കേണ്ടത്. ഓക്കെ, അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ പ്രാർത്ഥന, അത് പിന്നീട് ഒരു പ്രാവശ്യം പിന്നെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. ഇന്ന് രണ്ടാമത്തെ സെഷനിലേക്ക് കടന്നു വരാം. രണ്ടാമത്തെ ചോദ്യം അതൊന്ന് വായിച്ചാണ്. ലൂക്കോസ് 11:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 4 വരെയുള്ളത് കർത്തൃപ്രാർത്ഥനയാണ്. ഈ കർത്തൃപ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചത് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ലൂക്കോസ് 11:5 മുതൽ 8 വരെയുള്ള വാക്യം. പിന്നെ അവൻ അവനോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് നിങ്ങൾ അനേക പ്രാവശ്യം അനേക ദൈവദാസന്മാര് അനേക ക്രിസ്തീയ സമൂഹങ്ങളിലെല്ലാം പ്രസംഗിച്ച് കേൾക്കാറുള്ള ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്, അല്ലേ? നിങ്ങളും കേട്ടിട്ടുണ്ട്, നിങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രസംഗിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കേട്ടേക്കുന്ന മിക്ക പ്രസംഗങ്ങളിനകത്തും നിങ്ങൾ കഥകൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കണം, തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളെ പ്രസംഗിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. അനേകം ഒരുപാട് എല്ലാ സമൂഹത്തിലുമുള്ള ക്രിസ്തീയ വിഭാഗക്കാരെല്ലാം പറയുന്നത് കിട്ടുന്നവരെ എന്തോ കേൾക്കണം, കഥ തുറക്കുന്നവരെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിൽ എത്ര പ്രാവശ്യം കഥകെ മുട്ടി? കർത്താവ് പഠിപ്പിച്ചതല്ലയോ? അതിനകത്തിൽ ഈ വന്ന വ്യക്തി കഥകയിൽ എത്ര പ്രാവശ്യം മുട്ടി? ഒന്നുകൊണ്ടൊന്ന് വായിച്ചേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വേണ്ട, ഞാൻ വായിക്കാം. അന്നേരം നിങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ യേശു അവരോട് പറഞ്ഞ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും
അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എത്ര പ്രാവശ്യം കഥയെ മുട്ടി? ഒരു പ്രാവശ്യം. എപ്പം? ജോണിക്കുട്ടി മാസ്റ്റർ കഥകൾ എത്ര പ്രാവശ്യം മുട്ടി? ഇവിടെ മുട്ടിയെന്നല്ല, മുട്ടിക്ക നിമിത്തം എന്ന് എഴുതിയിരിക്കുന്നു. കഥകൾ എത്ര പ്രാവശ്യം മുട്ടിയെന്ന് ഞാൻ ചോദിച്ചു. മുട്ടിയിട്ടില്ല. മുട്ടിയിട്ടില്ല, കഥക മുട്ടിയെന്നോ പറയുന്നില്ല. പിന്നെ ഇവർക്കല്ലേ എവിടുന്ന് കിട്ടി ഈ മുട്ടല്? പ്രാസംഗർക്ക് യേശു കഥയെ മുട്ടിയതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ തിയോളജിക്കാർക്കെല്ലാം എന്താ കിട്ടിയിട്ടുണ്ട്? മുട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പക്ഷെ നിങ്ങൾ പ്രസംഗിച്ചിട്ട് കാണുമായിരിക്കും അങ്ങനെ. ഇതാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇതെന്താണ്? മധ്യസ്ഥ പ്രാർത്ഥന. യേശു പഠിപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥന. എൻ്റെ ഒരു സ്നേഹിതൻ ഇപ്പം നമ്മുടെ ബെഞ്ചമിൻ പാസ്റ്റർ ഡാളസിൽ നിന്ന് ഒക്ലഹോമയിലോട്ട് വന്നു. രാത്രിയായി വന്നപ്പോൾ ഞങ്ങൾ കയറി കിടന്നു. അത്താഴം കഴിച്ച് പാത്രം കഴുകി വെച്ച് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ആര് വന്നത്? ഞാൻ വന്നത്. ബെഞ്ചമിൻ പാസ്റ്റർ വന്നത്. അപ്പം എൻ്റെ അയലോകത്ത് താമസിക്കുന്നതാണ് ജോസഫ് പാസ്റ്റർ. ബെഞ്ചമിൻ പാസ്റ്റർ ജോസഫ് പാസ്റ്ററിനെ പരിചയമൊന്നും ഇല്ലെന്നിരിക്കട്ടെ. അപ്പം ഞാൻ ചെന്ന് ബെഞ്ചമിൻ ഇവിടെ ഇരിക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോസഫ് പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. അവരെ നമ്മുടെ ഒരു സ്നേഹിതന് ദൂരെ നിന്ന് വന്നതാ, ഡാളസിൽ നിന്ന് വന്നതാ. പുള്ളിക്ക് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒന്നുമില്ല കൊടുക്കാനായിട്ട്. വല്ല ഇരിപ്പുണ്ടോ എന്തെങ്കിലും ഇച്ചിരി തരാനായിട്ട്, അല്പം തരാനായിട്ട്. അന്നേരം അകത്തുനിന്ന് പറയാണ്, എൻ്റെ പൊന്നു അവരെ ഞങ്ങളെല്ലാം കിടന്ന് ഉറങ്ങി, കതവും അടച്ചു, ഈ പിള്ളേരും ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങുക, എടുത്തു തരാനായിട്ട് ഒരു നിവൃത്തിയുമില്ല. ഇന്നിരിക്കട്ടെ, പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പം ജോസഫ് പാസ്റ്ററിൻ്റെ 2 മക്കളുണ്ട്, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും ഇരിക്കുന്നു. അപ്പോൾ അവർ കൊച്ചു പിള്ളേരാണ്. അപ്പം ഞാൻ എൻ്റെ ഇമാജിനേഷൻ പറയുകയാണ്, സ്റ്റോറി. അപ്പം ജോസഫ് പാസ്റ്ററിൻ്റെ വൈഫിൻ്റെ പേരെന്തോ? ലിസി. അപ്പം ലിസിയുടെ കൂടെ ഈ കുഞ്ഞുങ്ങൾ 2 പേരും കിടന്ന് ഉറങ്ങുക. അപ്പം ജോസഫ് പാസ്റ്റർ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. അപ്പം ലിസി വെച്ച് പറഞ്ഞു, മോനെ പോയി നോക്കണം ആരാ വന്നതെന്ന്. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഈ ജനലിന്റെ കൂടെ നോക്കി, നീ ആരാണ്ട് വന്നിട്ടുണ്ട്, ഡാഡി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ കൊച്ചു പിന്നെ മടങ്ങിയിരിക്കുമോ? കൊച്ചുടനെ തന്നെ ചാടി എഴുന്നേറ്റു. അവൾ ഓടി വന്നു, അവള് കൈയും കാലും ഇട്ട് അടിച്ചോണ്ട് അവിടെ ചെന്നു. മമ്മി അവിടെ വന്നിട്ടുണ്ട്, ഒരാൾ വന്ന് നീപ്പുണ്ട്. ആരാ മോളെ? അപ്പുറത്തെ മോനച്ചനാണ് വന്നേക്കുന്നത്. അപ്പൊ ലിസി അതു ചോദിക്ക, അച്ചായോ മോനിച്ചും പാസ്റ്റർ എന്തിനാ വന്നേക്കുന്നേ? ഓ ഇച്ചിരി ഒരാൾ അവിടെ വന്നിട്ടുണ്ട്, ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, ഇച്ചിരി ഫുഡ് കൊടുക്കാൻ. എടുത്തു കൊടുക്കരുതോ? നമുക്കിടന്ന് ഉറങ്ങണ്ടായോ? എടുത്തു കൊടുക്ക്. ഇദ്ദേഹം പുള്ളിക്കാരത്തേക്ക് ഉറങ്ങാൻ പറ്റുമോ? പിള്ളേർക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുമോ? ഞാൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇല്ല. അപ്പൊ പുള്ളി വാരിക്കോരി ഇങ്ങെടുത്ത് തരും. അതാണ് ഇതിനകത്തിലെ സത്യാവസ്ഥ കർത്താവ് പറഞ്ഞത്, അല്ലേ? അതെ. അപ്പൊ ഇതിനെ മുട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ മുട്ടിക്കോ തുട്ടിക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ. മുട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് മാത്രമല്ല, ഇനിയും സാഹചര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. എൻ്റെ വീട് പഴയ വീടായിരുന്നു, 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. എൻ്റെ വല്യപ്പച്ചൻ പണിത വീടാണ്. അപ്പോൾ ആ വീട് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട് അറയുന്നേര് ഉള്ള വീട് വേറെ, പിന്നെ അടുക്കള സെപ്പറേറ്റ് ആണ്. പിന്നെ അതിനോട് ചേർന്ന് പിന്നെ എരുത്തിലുണ്ട്, കൈ കഴുകുന്ന സ്ഥലമുണ്ട്, ഫുഡൊക്കെ ചക്കയൊക്കെ കൊണ്ടുവന്നാൽ, കപ്പയൊക്കെ കൊണ്ടുവന്നാൽ ക്ലീൻ ചെയ്യുന്നതും എടുക്കുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. അപ്പം ഇവിടെയാണ് അടുക്കള.
എന്താണ് അടുക്കള വേറെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുക്കളയും ഒക്കെ എവിടെയാ? പെരയ്ക്കകത്ത് തന്നെയാണ്. അടുക്കള മാത്രമല്ല, കക്കൂസും ഇപ്പൊ പെരയ്ക്കകത്ത് തന്നെയാണ്. പണ്ട് കക്കൂസ് വല്ലതും പെരയ്ക്കകത്ത് വെക്കും മനുഷ്യന്? ഇല്ല. ഇല്ല. കക്കൂസ് ഒത്തിരി ദൂരെയാണ് വെക്കുന്നത്. ഇപ്പൊ പെരയ്ക്കകത്ത് നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് കക്കൂസ്. അപ്പം നമ്മൾ ഒത്തിരി മോഡേണൈസ് ആയി. ഇപ്പം നിങ്ങൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ജോണിക്കുട്ടി പാസ്റ്റർ ഈ വിവരം അറിയത്തില്ല. ഞങ്ങളെല്ലാം അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു സത്യം ഞാൻ പറയാം. ഞങ്ങളുടെ പിള്ളേരൊക്കെ 10, 14, 15 വയസ്സായപ്പോഴ് ഉണ്ടായ കുഴപ്പം എന്നാണെന്നറിയാം. പിള്ളേരെല്ലാം ഹൈസ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പം പിള്ളേർ മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ മുറി പിള്ളേർ അടച്ചങ്ങിടും. അതെ. സമ്മതിക്കത്തില്ല. എന്താ കാര്യം എന്നാണെന്നറിയാമോ? ഈ കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ കാര്യം സത്യാവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വറയും പൊരിയും മീൻകറിയും മോരുകറിയും എല്ലാം ഉണ്ടാക്കും. ഈ കറിയുടെ മണം എല്ലാം കൂടെ ചെന്ന് ഈ തുണിയിലോട്ട് കയറി ഞങ്ങൾ പിടിക്കും. പിള്ളേർ ഉടുപ്പ് ഇട്ടുകൊണ്ട് സ്കൂളിൽ ചെല്ലുന്നുണ്ടെ കറിയുടെ മണമാണ് വരുന്നത്. അത് കാരണമാണ് ഈ പിള്ളേർ കഥ അടച്ചിടുന്നത്. ശരിയാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പണ്ടത്തെ കാലത്ത് ആരും പെരയ്ക്കകത്ത് ആഹാരം ഉണ്ടാക്കാറില്ല, പുക കയറാൻ സമ്മതിക്കത്തുമില്ലായിരുന്നു. കാരണം അവരുടെ പെരയ്ക്കകത്ത് അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും പുക പിടിച്ചും മാറ്റം പിടിച്ചും ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി പെരയ്ക്കകത്ത് ആഹാരം ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അപ്പം എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്തില്ലായിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് ഇതുണ്ട്. പക്ഷെ അതുണ്ടെങ്കിൽ അപ്പം യേശുവിൻ്റെ കാലത്ത് ഒട്ടുമില്ല. അവർക്കെല്ലാം അടുക്കള എവിടെയാ? വേറെയാണ്. അവിടെയാണ് കഥ അടച്ചിരിക്കുന്നു എന്നൊരു വാക്ക് കേട്ടത്. എവിടെ മനസ്സിലായി? അടുക്കള അടച്ചു, അതാണ് ഈ പറഞ്ഞത്. കിച്ചൺ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടെ വായിക്കുന്നുണ്ടെ മനസ്സിലാവും. ഒരു പ്രാവശ്യം വായിച്ചാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും അവിടെ തൊട്ട് വായിക്കണം. ആദ്യം മുതൽ വരും, 5 മുതൽ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതന് വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പി കൊടുപ്പാൻ എന്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു. പൈതകൾ കഥ അടച്ചിരിക്കുന്നു. ഒരു കുത്തും കോമായും കണ്ടു. ആ കഥ അടച്ചിരിക്കുകയാണ്. അതാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവൻ സ്നേഹിതനാകൊണ്ട് അവൻ എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിൽ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ അർത്ഥം, ഒരു സ്നേഹിതന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന തീരുമാനത്തിൽ വേണം നിന്റെ പ്രാർത്ഥന നിർത്താൻ എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പൊ ഞാന് കർത്താവിന്റെ ദാസന് വേണ്ടി ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് നടക്കണം, നടന്നിരിക്കണം. ഉദാഹരണം പറയാം. എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു KY ഗീവർഗീസ് എന്ന് പറഞ്ഞ ആള്. ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ പാസ്റ്റർ മരിച്ചുപോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ അടുക്ക പോയി എന്നെ ഒരുപാട് മിനിസ്ട്രി കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ കഴിഞ്ഞ വർഷം എനിക്ക് പെട്ടെന്ന് തോന്നി, അദ്ദേഹത്തിന്റെ മോന്റെ പേര് വിൻസെന്റ് എന്നാണ്. അദ്ദേഹമാണ് എനിക്ക് പല പ്രാവശ്യം മീറ്റിങ്ങിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ വിൻസെന്റിനെ ഒന്ന് വിളിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഞാൻ വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്കിള് വിളിച്ചത് നല്ലതായി പോയി. ഞങ്ങളുടെ പാസ്റ്ററേയും ഭാര്യയും ഇന്നലെ പിടിച്ച് BJPക്കാർ കംപ്ലൈന്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അവർക്ക് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എടുത്തിരിക്കുകയാണ്. ഇനി കോർട്ടിൽ കൂടെ ഉള്ളൂ. കോർട്ടിൽ നിന്ന് ജാമ്യം കിട്ടത്തൊന്നുമില്ല, വലിയ പ്രശ്നമായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ സുപ്രീം കോടതി കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എവിടെ കൊടുക്കാമെന്ന്? സുപ്രീം കോടതി. അവൻ വിചാരിച്ചത് നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി എന്നാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ സുപ്രീം കോടതി ഒന്നുമല്ല, എനിക്കൊരു സുപ്രീം കോടതി ഉണ്ട്, അവിടെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കേസുമായിട്ട് സുപ്രീം കോടതി ചെന്നു. ഒരു മാസത്തിനുള്ളിൽ ഈ പാസ്റ്ററും ഭാര്യയും അദ്ദേഹത്തിന് വേറെ ഒരാളും ഉണ്ടായിരുന്നു, അവരെ എല്ലാം പുറത്തു കൊണ്ടുവന്നു. വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. കേസുമായിട്ട് ഞാൻ എവിടെ ചെന്നു? കോടതി ചെന്നു. ഇന്ത്യൻ കോടതി വിടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി നമുക്ക് കേസ് കൊടുക്കാം. അതാണ് നമ്മുടെ വകുപ്പ്. നമ്മളൊരു കാര്യത്തിന് പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കണം, കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്നാ പ്രയോജനം? ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ
ഇതേമാതിരി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ഒരു വ്യക്തി ഇന്നലെ ആ പുള്ളി മോശയെ പറ്റി പറയുന്നത് കേട്ടു. മോശ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് ഒരേ സ്ഥലത്തേ ഉള്ളൂ. അത് പാറയുടെ പിളർപ്പിൽ നിന്നുകൊണ്ടായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത്. മറ്റേടത്തേത് മധ്യസ്ഥ പ്രാർത്ഥനയല്ല. യുദ്ധത്തിന് പോയപ്പോ യുദ്ധത്തിന് വേണ്ടി പിടിച്ച് പ്രാർത്ഥിച്ചാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയല്ല. അത് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് യോശുവയോട് പറഞ്ഞു, നീ പോയി യുദ്ധം ചെയ്തോ, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ദൈവസന്നിധി കരം ഉയർത്തി അന്നേരം അഹറോനും ഊരും സപ്പോർട്ട് ചെയ്ത് അതിനെ മധ്യസ്ഥ പ്രാർത്ഥനയെന്നല്ല പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഞാൻ പറയാണ്, മധ്യസ്ഥ പ്രാർത്ഥന മോശ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇതിനോട് പോലും ഒന്നും അടുക്കാൻ പോലും പറ്റത്തില്ല. അത് ഭയങ്കര ആഴമേറിയ പ്രാർത്ഥനയാണ്. എന്നാൽ അബ്രഹാം പ്രാർത്ഥിച്ചത് സിമ്പിൾ പ്രാർത്ഥനയാണ്. അത് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചാണ്. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനോടുകൂടെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരും പക്ഷെ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന്, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം, അതിന്റെ 25-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അതൊന്ന് വായിക്കുന്നു. ഓക്കെ, വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ ഒരു നാളും അങ്ങനെ ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നില്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെയും ഒരു നാളും കൊല്ലുകയില്ല. എന്നിട്ട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. സർവഭൂമിക്ക് ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദൈവത്തെ ആരാക്കി മാറ്റി? സുപ്രീം കോടതിയിലെ ജഡ്ജി ആക്കി മാറ്റി. ആര്? അബ്രഹാം. ഇപ്പം ജഡ്ജിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മുന്നിൽ നല്ല പറയുന്നത്, നീ സർവഭൂമിക്ക് ന്യായാധിപനാണ്. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ആരാ? ശരിയായി ജഡ്ജ്. അപ്പൊ ജഡ്ജിന്റെ മുന്നിൽ നിന്ന് വാദിക്കുന്ന വാദമാണ് ഇവിടെ കാണുന്നത്. ആ വാദത്തിൽ എന്താണ് ചോദിക്കുന്നത്? അതിന് യഹോവ, ഞാൻ സോദോം പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തെ ഒക്കെയും ക്ഷമിക്കും എന്നരുളി ചെയ്തു. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരെ പക്ഷേ 5 പേർ കുറഞ്ഞുവെങ്കിലോ? 5 പേർ കുറഞ്ഞു പോയതുകൊണ്ട് ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം ചോദിച്ചതിന് 5 പേരെ 45 പേരെ ഞാൻ അതിൽ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഇപ്പം ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ജഡ്ജിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അബ്രഹാം അടുത്ത് ചെന്നാണ് സംസാരിക്കുന്നത്. ജഡ്ജിന്റെ മുന്നിൽ എങ്ങനെ ചെല്ലുന്നു? അടുത്ത്. ഓക്കെ, ഇനി അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ അബ്രഹാം അടുത്ത് ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിന്റെ 29 മുതൽ 33 വരെയുള്ള വാക്യം വായിച്ചാണ്. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു, പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന്, ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അതിന് അവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ, പക്ഷേ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിനും, ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല
എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ അബ്രഹാം വാദിച്ചു നിന്ന് 10 പേർക്ക് വേണ്ടി വാദിച്ചു നിന്നു. ഇനി ആ 19-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, സോദോമിനെ നശിപ്പിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു എന്ന് ഒരു വാക്യം കാണാൻ സാധിക്കും. ആരെ ഓർത്താണ്? അബ്രഹാമിനെ ഓർത്ത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം, ആരെ ഓർത്തിട്ട്, ആരാണ് ഇതിന് ഇടിവിൽ നിൽക്കുന്നത്? അബ്രഹാം. ഒരു കേസ് കൊടുക്കുന്ന മാതിരിയായിരുന്നു. അപ്പൊ നമ്മള് വേറൊരു സഹോദരന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? 11-ാം അധ്യായത്തിനകത്ത് നമ്മൾ നോക്കുക, മത്തായിയുടെ സുവിശേഷം, മർക്കോസ് 11, ലൂക്കോസ് 11 അടുക്കൽ, ഓക്കെ, 5-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, ആരുടെ അടുക്കൽ ചെന്ന്? അവന്റെ അടുക്കൽ ചെന്ന്. അബ്രഹാം എവിടെ ചെന്നു? അടുത്ത് ചെന്ന് നിന്നു. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് ചെല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു സ്നേഹിതൻ എന്ന പോലെ അടുത്ത് ചെന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആരോടാ? അപ്പന്മാരോടാണോ അമ്മമാരോടാണോ? ആരോട് അടുത്ത് നിന്ന് സംസാരിക്കുന്നത്? അമ്മയോടാ. അല്ല, സ്നേഹിതന്റെ അടുക്കലാണ് ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സ്നേഹിതന്റെ അടുക്കലാണ്. അപ്പം സ്നേഹിതന്റെ അടുക്കൽ അടുത്ത് ചെല്ലുന്നത് പോലെ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന് നമുക്ക് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യത്തിനകത്തുണ്ട്. യോഹന്നാൻ 15-ന്റെ 12 മുതൽ 14 വരെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. അപ്പൊ നമ്മൾ എപ്പോഴാണ് കർത്താവിന്റെ സ്നേഹിതന്മാരാകുന്നത്? കർത്താവ് കൽപ്പിക്കുന്നത് പോലെ നാം ചെയ്താൽ. അല്ലെങ്കിലോ ദൂരെ നിൽക്കാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ന് അനേകർ ദൂരെ നിൽക്കുന്നത്? കർത്താവേ നീ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞ് ദൂരെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? സ്നേഹിതനല്ലാത്തതുകൊണ്ട്. സ്നേഹിതനാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് എന്ത് ചെയ്യണം? അതുപോലെ അനുസരിക്കണം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിനകത്ത് 34-35 വാക്യത്തിനകത്ത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു പുതിയൊരു കൽപ്പന, സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇന്ന് ക്രിസ്ത്യാനിയുടെ ഇടയിൽ എന്തോ ഇല്ലാത്തത്? സ്നേഹം. കുടുംബത്തിലുണ്ടോ? ഇല്ല. സഭയിലുണ്ടോ? ഭയങ്കര മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെയാണ്. വലിയ മീറ്റിങ്ങുകളെല്ലാം നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹം എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹം ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ശുഭമാണ്, ഒരു പ്രയോജനവുമില്ല. പൗലോസ് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം 3 കാര്യം ഉണ്ട്. ഒന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ 3 നിലനിൽക്കുന്ന ഇവ വലുതോ? സ്നേഹം തന്നെ. ഈ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇന്ന് സ്നേഹമില്ലാതെയാണ് ഇന്ന് ക്രിസ്ത്യാനി ജീവിക്കുന്നത്. അതാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ക്രിസ്ത്യാനികൾ. പണ്ടൊക്കെ എന്തോ ഒരു സ്നേഹമായിരുന്നു, അല്ലായിരുന്നോ? ആത്മാർത്ഥ സ്നേഹം അന്യോന്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്നേഹമില്ലാതെ പോയി. എല്ലാം
വലിയ വേലിക്കെട്ടിനകത്തായി കഴിഞ്ഞു. അയലോക്കത്തുകാരെ പോലും കാണാൻ പറ്റത്തില്ല. അതെ. അയലോക്കത്തുകാരാണ് വരാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടില്ല, ഒത്തിരി കാലമായി അവരെ പുറത്തോട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾ പുറത്തോട്ട് ഇറങ്ങത്തുമില്ല, പുറത്തിറങ്ങാണ്ട് നേരവുമില്ല, പുറത്തിറങ്ങി സംസാരിക്കാനും സമയമില്ല. നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് കയറി ഗേറ്റ് തുറക്കുന്നു, പുറത്ത് പോകുന്നു, നമ്മൾ വരുന്നു, നമ്മൾ അകത്ത് കയറുന്നു. ഇവിടെ തണുപ്പായാൽ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. വെയിലാകുന്നുണ്ടെങ്കിൽ എല്ലാവരും കുറച്ചോട്ട് പുറത്തോട്ട് ഇറങ്ങി എല്ലാവരും കാണുകയും പിടിക്കുകയൊക്കെ ചെയ്യും. തണുപ്പായ പിന്നെ പുറത്തിറങ്ങി നിൽക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ദൈവമക്കളെ, ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിതൻ എന്ന നിലവാരത്തിൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ, അതായത് കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ പഠിക്കണം. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞതുപോലെ നമുക്കും അടുത്ത് ചെന്ന് ദൈവത്തോട് സംസാരിക്കാനാണ് കർത്താവ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. ഈ അവകാശത്തെ നമുക്ക് ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം, നടക്കണം. അങ്ങ് പ്രാർത്ഥിച്ചാൽ പ്രയോജനം ഉണ്ടാകും. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ എൻ്റെ പൂർണ്ണ ചിന്ത ഞാൻ നിങ്ങൾക്ക് ചോദിച്ചതിന് തൃപ്തികരമായ മറുപടി തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇത് മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ അത് അവർക്ക് പ്രയോജനമായി തരുവാൻ ഭവിഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം ഞങ്ങൾക്ക് ലൈനിൽ കടന്നു വന്ന് പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കുറവായത് ദൈവസ്നേഹമാണ്. കർത്താവിനോട് അടുത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ സഹോദരവർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിപ്പാൻ തന്റെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ജോസഫ് പാസ്റ്ററിനെ ദൈവകരങ്ങളിൽ വയ്ക്കുന്നു, ജോണിക്കുട്ടി പാസ്റ്ററെ ദൈവകരങ്ങളിൽ വയ്ക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം ഉണ്ടായിരിക്കണേ. അന്യോന്യം പ്രാർത്ഥന ഓർപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.